ഇത് പിന്നെയും വിളി വന്നിട്ട മാമ്മയുടെ ശംസുവോ വാടാ കുട്ടികൾക്ക് കുറച്ച് മിഠായിൻ്റെ നട്ട്സ് ഉണ്ട് കൊണ്ടുപോയിക്കൊന്നിട്ട്. പിന്നെ മാമ വിളിക്കല്ലേ, സ്നേഹം കൊണ്ടല്ലേ, പോവാതിരിക്കാൻ പറ്റുമോ? ചാച്ചൊക്കെ പോയിട്ട് മേടിച്ചിട്ട് വന്നു. ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഒരു മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സാധനം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ചാച്ചുക്കാട് പറഞ്ഞ് എനിക്ക് ഒരു മുട്ടായി ഉണ്ട്, പക്ഷേ പേര് അറിഞ്ഞൂടെ, കട്ടക്കട്ടയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചു പറഞ്ഞു മുട്ടായിയുടെ പേരെന്താണെന്ന് ഈ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി നോക്ക്, അപ്പോൾ സാധനം കിട്ടും. അപ്പോൾ എന്ത് പേര് വെച്ചിട്ട് നമ്മൾ അടിച്ചു നോക്കി നോക്കും. അപ്പോൾ ആ സാധനത്തിൻ്റെ പേരെന്താണെന്നും സംഭവം എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവണമില്ല, കിട്ടിയില്ല. അതടാ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമ കൊടുത്ത ആ ബോക്സിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ഇതാണ് ആ മിഠായി. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, പക്ഷേ എന്താണ് അവൾക്ക് ആ മിഠായിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കട്ടക്കട്ട ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് തോന്നുന്നത്, എനിക്ക് തോന്നിയത്. ആ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു മിഠായിയോടുള്ളൊരിഷ്ടം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. ഇപ്പോൾ മിഠായിനെ പറ്റി ആകെ അറിയാവുന്നത് പശുവിൻ്റെ ചിത്രം ഉണ്ടെന്നും കട്ടക്കട്ട ഉണ്ടെന്നും. ഇത് മാത്രം അറിയുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചാച്ചുക്കാരനെ കൊണ്ട് ഈ മിഠായി മേടിപ്പിക്കുക?